ഇതെല്ലാം എൻ്റെ പണി സാധനങ്ങളാ രാജാവേ. അതെ, ഇന്ന് നമുക്കൊരു ബർത്ത്ഡേ പാർട്ടിക്ക് പോയാലോ? ഒരു അടിപൊളി ബർത്ത്ഡേ പാർട്ടി. എന്നാൽ നന്നായിട്ട് ഒരുങ്ങുകയും ചെയ്യണം. ആകെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തട്ടിക്കൂട്ടി ഒന്ന് ഒരുക്കി എടുക്കണം എന്നെ. അപ്പോഴാണ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ വരുന്ന ഇച്ചൻ വരുന്നത്. ഇച്ചനെ കൊണ്ട് ഞാനൊന്ന് മുടിയും സ്ട്രൈറ്റ് ചെയ്യിപ്പിച്ച് അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത ലുക്കിൽ ഞാനൊന്ന് ഇറങ്ങി. അത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മുടി എവിടെ പോയാലും എനിക്ക് ഈ ലുക്ക് മാത്രമേ ഉള്ളൂ. എങ്ങനെയൊക്കെ മേക്കപ്പ് ചെയ്താലും കറങ്ങിത്തിരിഞ്ഞ് ഈ സെയിം ലുക്കിൽ വരും. അതെന്താണാവോ? മുടിയൊന്നും ഇങ്ങനെ വെച്ചാലോ എന്ന് ആലോചിച്ചു. പക്ഷേ ശരിയാവില്ല, വെറൈറ്റി പാടില്ല. പിന്നെ ഞങ്ങൾ മൂന്നുപേരും റെഡിയായി, ഞങ്ങൾ പോകാൻ തുടങ്ങുകയാണ്. അവർക്കുള്ളൊരു ഗിഫ്റ്റൊക്കെ ഞങ്ങൾ കരുതിയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം 6 മണിക്കാണ് പരിപാടി. അപ്പോൾ 6 മണിക്കായതുകൊണ്ട് സന്ധ്യ ഇവിടെ രാത്രി, ഇവിടെ ഒരു 5 മണിയാകുമ്പത്തേനും രാത്രിയാവും കേട്ടോ. ഞങ്ങൾ ഒരു 5:45 ആയപ്പോഴത്തേനും പോയി. 6:15 ആയപ്പോഴത്തേനും ഞങ്ങളവിടെ ചില്ലുകയാണ്. ചെറുക്കൻ ഇവിടെ എന്താണ് എങ്ങോട്ടാണെന്നൊന്നും അറിയാൻ പാടാണ്ട് വണ്ടി കയറി ഇരിപ്പുണ്ട്. അവൻ എവിടെ പോയാലും കുഴപ്പമില്ല, ഞങ്ങളുടെ കൂടെ എന്തിനു വേണേലും വന്നോളൂ. അങ്ങനെ ഒരു ഹാഫ് ആൻ അവർ ഡ്രൈവുള്ള സ്ഥലത്ത് ഞങ്ങൾ എത്തുമായിരുന്നു. അവിടെ ഒരു ഹാളിൽ വെച്ചിട്ടാണ് പരിപാടി. ഞങ്ങളുടെ സിഒ കുട്ടൻ്റെ ബർത്ത്ഡേ പാർട്ടി. അതെ, ലിറ്റിൽ ലിയോ ഈസ് ടേണിങ് 1. അങ്ങനെ സിഒ കുട്ടൻ്റെ ഫേസ്റ്റ് ബർത്ത്ഡേ പാർട്ടിയാണ്. ഞങ്ങൾ വിചാരിച്ചതിലും അപ്പുറം അടിപൊളിയായിട്ടുള്ളൊരു ബർത്ത്ഡേ പാർട്ടി ആയിരുന്നു. വന്ന വഴി ചിഞ്ചു ചേച്ചിയും എമ്മിച്ചേട്ടയും ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നതാണ് ഞങ്ങൾ കാണുന്നത്. അതിനുശേഷം ഒരു എല്ലാവരും കൂടെ കൂടിയുള്ള വർത്തമാനം പറച്ചിലും ഫോട്ടോ എടുക്കലും ഒക്കെ കഴിഞ്ഞ് ഇവിടെ ഒരാൾക്ക് ഉറക്കം വന്ന് തുടങ്ങിയിട്ടാ. അപ്പോൾ അതേ സിയോക്കുട്ടൻ്റെ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. ബേസിലേട്ടായും ജിനി ചേച്ചിയും നല്ല പ്രാർത്ഥനയോടുകൂടി അവന് കേക്ക് കൊടുത്തു. അപ്പോൾ അതേ ചേച്ചിമാരെ ഡാൻസ് പ്രോഗ്രാം തുടങ്ങിക്കഴിഞ്ഞു. ചേച്ചിമാരും ചേട്ടന്മാരും തകർത്ത് കളിക്കുന്ന അടിപൊളി ഡാൻസ് പ്രോഗ്രാംസ് ആയിരുന്നു അത് കഴിഞ്ഞ്. കിട്ടിയ അവസരത്തിൽ അടിച്ച് പൊളിച്ച് എല്ലാവരും. ഇതൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളി ഫുഡുണ്ടായിരുന്നു. ബിരിയാണിയും ഒക്കെ ആയിട്ട് ഡെസേർട്ടും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഫുഡ്. ചേച്ചിമാരും പിന്നെ പുറകെ സ്റ്റേജിൽ കയറി നല്ല ഇഷ്ടം പോലെ ഡാൻസുകളും അവരുടെ പിള്ളേരും ഒക്കെ ആയിട്ട് ഡാൻസ് പരിപാടിയുടെ ഒരു മേളമായിരുന്നു. ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു ബർത്ത്ഡേ പാർട്ടി. ഐ തിങ്ക് ഞാൻ ഇങ്ങനൊരു ബർത്ത്ഡേ പാർട്ടി ഫസ്റ്റ് ടൈമാണ് കൂടുന്നത്. അതിന് ശേഷം എല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നല്ല DJ പാർട്ടി ആയിരുന്നു. DJ പാർട്ടിയിൽ എല്ലാവരും കൂടെ കൂടി ഒന്ന് അടിച്ച് പൊളിച്ച് ഡാൻസൊക്കെ കളിച്ച് തകർപ്പായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു. ഓസ്ട്രേലിയ വന്നിട്ടുള്ള ഫസ്റ്റ് പ്രോഗ്രാം ഞങ്ങൾ അടിച്ചു പൊളിച്ചു. ഇതൊക്കെ കഴിഞ്ഞ് ഏകദേശം 10 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. ഓക്കെ, ബൈ.